ഗൈസ്, നമ്മുടെ വീട്ടിലെ എല്ലാ ദിവസവും നമ്മുടെ ഫ്രണ്ടിലെ ഗേറ്റിന്റെ അവിടെയുള്ള ലൈറ്റ്, അതുപോലെ തന്നെ പുറത്തുള്ള ലൈറ്റ് ഒക്കെ നമ്മൾ ഒരു ടൈം ആകുമ്പോൾ ഓൺ ആക്കണം, ഒരു ടൈം ആകുമ്പോൾ മാനുവലി പോയി ഓഫ് ആക്കണം അല്ലേ. എന്നാൽ നമ്മൾ വീട്ടിലില്ലെങ്കിൽ പോലും വേറെ ഒരാളോടും പറയാണ്ട് കറക്റ്റ് ടൈമിൽ ഓണും ഓഫും ചെയ്യാൻ വേണ്ട രീതിയിൽ ഇതൊന്ന് ഓട്ടോമേറ്റ് ചെയ്താലോ. അതെ, നമ്മുടെ വീട് സ്മാർട്ട് ഹോം ആക്കാം വെറും നിസാര റേറ്റിന്, അതും നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിനു മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പേജ് ഫോളോ ചെയ്തിട്ട് ഇപ്പം തന്നെ ഒന്ന് ഫോളോ ചെയ്തിടാം. ഞാൻ പറഞ്ഞു വരുന്നത് സ്മാർട്ട് സ്വിച്ച് മൊഡ്യൂളിനെ കുറിച്ചാണ്. ഞാൻ വാങ്ങിയത് വിപ്രോൻ്റെ സ്മാർട്ട് സ്വിച്ച് മൊഡ്യൂളാണ്. ഇതിൽ 4 സ്വിച്ച് വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂട്ടോ. നമ്മൾ ഈ ഒരു ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് വൈഫൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് നമുക്കത് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വീട്ടിലില്ലെങ്കിൽ പോലും, നമ്മൾ എവിടെയാണെങ്കിൽ പോലും നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട്, നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ലൈറ്റ് ഓൺ ആണോ നോക്കാം, ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ റൂമിൽ നിന്നൊക്കെ എനിക്ക് പോയി അയ്യോ നമ്മൾ ഫാൻ ഓഫ് ചെയ്യാൻ മറന്നോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കിയാൽ മതി. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളതിൽ ഫാൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഫാൻ ഓൺ ആയി കിടക്കും. അപ്പോൾ ജസ്റ്റ് ഓഫ് ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മൾ സ്വിച്ച് ഓണോ ഓഫോ ഏത് കണ്ടീഷനിലാണെങ്കിലും ഇത് വർക്ക് ചെയ്യും. കാരണം ഇത് വർക്ക് ചെയ്യുന്നത് ആ ഒരു മൊഡ്യൂളിൻ്റെ ബേസിലായതുകൊണ്ട് സ്വിച്ച് ഓഫ് ആയാലും ഓൺ ആയാലും ഇത് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്തോളും. പിന്നെ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കിതിൽ ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര ടൈം തുടങ്ങി ഇത്ര ടൈം വരെ ഏതെങ്കിലും ലൈറ്റ് ഓഫ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര ടൈം ആകുമ്പോൾ ഓഫ് ചെയ്യണം, ഇത്ര ടൈം ആകുമ്പോൾ ഓൺ ആവണം, നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ സമയമാകുമ്പോൾ ഡെയിലി അത് ഓണും ഓഫും ഒക്കെ ആയിക്കോളും. ഞാനിപ്പോൾ മെയിൻ ഗേറ്റ് ലൈറ്റ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ട, എല്ലാ ദിവസവും 6:45 ആകുമ്പോൾ ഓൺ ആവണം, 11 മണിയാകുമ്പോൾ ഓഫ് ആവണം കൊടുത്തിട്ടുണ്ട്. നമ്മളുണ്ടായാലും ഇല്ലെങ്കിലും അത് അങ്ങോട്ട് നടന്നോളും. സ്വിച്ച് ഓഫ് ആണെങ്കിലും ഓൺ ആണെങ്കിലും കാര്യങ്ങൾ നടന്നോളൂ. എന്തായാലും അടിപൊളി ഡിവൈസാണ്. ഈ മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. നമ്മുടെ ഓൾറെഡി ഉള്ള സ്വിച്ച് ബോർഡ് അഴിച്ചിട്ട് അതിനുള്ളിൽ 4 സ്വിച്ചിൻ്റെ കണക്ഷൻ നമ്മൾ ഇതിലേക്ക് കൊടുക്കുക. ഇതിലേക്ക് മെയിൻ പവറും ന്യൂട്രലും കൊടുക്കുക. അത്രയ്ക്കേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇതിൻ്റെ ഡയഗ്രം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് ചെറിയ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെയും ഹെൽപ്പ്, ഇലക്ട്രീഷ്യൻ്റെ ഹെൽപ്പിലൂടെ ചെയ്യാം. ഇനി നിങ്ങളുടെ വീട് പുതിയതായിട്ട് പണിതാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളിലോ ബെഡ്റൂമിലൊക്കെ ഇത് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ സ്വിച്ച് ബോർഡിൻ്റെ ആ ഒരു ബോക്സിൽ ഇത് വയ്ക്കാനുള്ള ഒരു സ്പേസ് വേണമെന്നുള്ളത് ഒരു കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ അത് വൃത്തിയായിട്ടിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വീട് പണിതുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വെച്ചതുകൊണ്ട് വേറെയുള്ളത് നമുക്ക് ഈ അലക്സ മൊഡ്യൂളൊക്കെ ഇല്ലേ, കുറച്ചാൾ ഇനി അലക്സ ഒക്കെ ഭയങ്കര കോമൺ ആവും. അപ്പോൾ നമ്മൾ അലക്സ വാങ്ങിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വോയിസ് കമാൻഡ് വെച്ച് നമുക്ക് ഇത് മാനേജ് ചെയ്യാം. നമുക്ക് എത്ര സ്വിച്ച് വേണമെങ്കിലും എത്ര റൂമിൽ വേണമെങ്കിലും ഇത് വെക്കാം. അതെല്ലാം ഈ ഒരു ആപ്പിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും കേട്ടോ.